കൃഷ്ണ പൂജപ്പുര എഴുതി മനോജ് പാലോടൻ സംവിധാനം ചെയ്ത ചിത്രമാണ് രവീന്ദ്ര നീ എവിടാ. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ഷീലു എബ്രഹാം, അസീസ് നെടുമങ്ങാട് എന്നിവരാണ് ചിത്രത്തിൻ്റെ പ്രധാന വേഷത്തിലെത്തിയത്. അബ മൂവീസിൻ്റെ ബാനറിൽ അബ്രഹാം മാത്യു ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിൻ്റെ പ്രൊമോഷൻ അഭിമുഖത്തിനിടെ അബ്രഹാം മാത്യുവിൻ്റെ ഭാര്യയും ചിത്രത്തിലെ നായികയുമായ ഷീലു എബ്രഹാം പറഞ്ഞ വാക്കുകൾ വലിയ ചർച്ചയായിരുന്നു. ഉമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് ഇറങ്ങിയതോടെ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ തങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യതയിലായി എന്ന സൂചന നൽകുന്ന പരാമർശമായിരുന്നു അന്ന് ഷീലു നടത്തിയത്. ഷീലുവിൻ്റെ വീട് താൻ കണ്ടിട്ടുണ്ടെന്ന് അന്ന് അവതാരിക പറഞ്ഞപ്പോൾ ബാഡ് ബോയ്സ് ഇറങ്ങിയതോടെ ആ വീട് വിറ്റു എന്നായിരുന്നു ഷീലു ഇബ്രാഹിം പറഞ്ഞത്. ആ വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറിയെന്നും രവീന്ദ്രൻ നീ എവിടെ അതിനു മുന്ന് എടുത്തുവെച്ച ചിത്രമായിരുന്നുവെന്ന് ഷീലു പറഞ്ഞു. ഇനി ആ വാടക വീട് വിറ്റിട്ട് വേണം അടുത്ത പടം ഇറക്കാനെന്ന് അഭിമുഖത്തിൽ ഒപ്പമുണ്ടായിരുന്ന ധ്യാൻ ശ്രീനിവാസൻ തമാശ രൂപേണ പറഞ്ഞിരുന്നു. അതേസമയം ഷീലു പറഞ്ഞത് കാര്യമായിട്ടാണോ അതോ തമാശയാണോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ആരാധകർ. എന്നാൽ ഇപ്പോൾ ഷീലുവിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാഡ് ബോയ്സ് സംവിധായകനായ ഉമർ ലുലു. പരിഹാസരൂപേണ പോസ്റ്റിലാണ് ഉമർ ലുലുവിൻ്റെ മറുപടി. ബഹുമാന്യരെ നാട്ടുകാരെ, ഒരു ദശാബ്ദകാലമായി മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റ് മാത്രം സമ്മാനിക്കുന്ന അനൂപ് മേനോൻ ചേട്ടനും തൻ്റെ ഉള്ളിലെ കഴിവ് അഭിനയത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ മലയാള സിനിമയ്ക്ക് എണ്ണം പറഞ്ഞ 4 സ്ക്രിപ്റ്റുകൾ എഴുതി സമ്മാനിച്ച ധ്യാൻ ശ്രീനിവാസ് സാറും കൂടി മറ്റൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് നൽകിയെന്നുകൊണ്ടും നായികയും നിർമ്മാതാവുമായ ഷീലു മാഡത്തിന് ബാഡ് ബോയ്സിലൂടായ നഷ്ടപ്പെട്ടുപോയ അരമന വീടും 500 ഏക്കറും തിരികെ വാങ്ങിക്കൊടുത്തതിന് 1000 അഭിനന്ദനങ്ങൾ എന്നാണ് ഉമർ ലുലു ഫേസ്ബുക്കിൽ കുറിച്ചത്. പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ സലീം കുമാർ അവതരിപ്പിച്ച കഥാപാത്രം ഫയർഫോഴ്സിന് നന്ദി പറയുന്ന മീമും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് നിമിഷങ്ങൾക്കകം ഉമർ ലുലു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയവർക്ക് ഉമർ ലുലു മറുപടി നൽകി. അപ്പോൾ ഷീലു അവർക്ക് നഷ്ടം വന്ന സിനിമയെക്കുറിച്ച് പറയാൻ പാടില്ലായിരുന്നുവല്ലേ എന്നൊരാൾ ഉമർ ലുലുവിനോട് ചോദിച്ചു. അവരൊന്ന് സർക്കാസിച്ചു, ഞാനൊന്ന് സർക്കാസിച്ചു. ഇത് സൗഹൃദപൂർവ്വമുള്ള സർക്കാസമാണ് എന്നാണ് ഉമർ ലുലുവിൻ്റെ മറുപടി.